അജ്മൽ കസബ് അടക്കമുള്ളവരെ കണ്ടെത്തി പരിശീലനം കൊടുത്തതും ലഷ്കറായിരുന്നു. അതിനാൽ ഇപ്പോൾ തഹാവൂർ റാണയടക്കം ഇനി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഉത്തരങ്ങളിലേക്ക് എൻഐഎക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തഹാവൂർ റാണ ഇന്ത്യയിലെത്തിയതിന് പിന്നാലെ തന്നെ കേരളം എന്ന പേരും കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന് കാരണം റാണ കൊച്ചിയിലടക്കം വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. കൊച്ചിയിലടക്കം ആര് സഹായം നൽകി എന്നത് അന്വേഷിച്ച് വിശദമായ അന്വേഷണത്തിന് എൻഐഎ ഒരുങ്ങുകയാണ്. ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിലെത്തിയതെന്ന് റാണ പറഞ്ഞതായി സൂചനയുണ്ട്. ഇവിടെ വെച്ച് ആരെയൊക്കെയോ കണ്ടുവെന്നാണ് എൻഐഎ അന്വേഷിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ വെച്ച് റാണയെ കണ്ടവർ അടക്കം കടുത്ത സമ്മർദ്ദത്തിലാണ്. 2008 റാണ കൊച്ചിയിലെത്തിയത്. ഇതിനിടെ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാൾ എൻഐഎ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത്. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ഡൽഹിയിൽ എത്തിച്ചു. ചോദ്യം ചെയ്യലിൽ എത്ര വിവരങ്ങൾ ലഭ്യമാകുമെന്നതിനെ ആശ്രയിച്ചാകും തുടരന്വേഷണം മുന്നോട്ടു പോകുക. അതേസമയം FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ എൻഐഎക്ക് കൈമാറി. അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തി. ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായക ചുവടെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ എൻഐഎ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇന്നലെ 3 മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചെയ്തതെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. അതേസമയം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യൻ വിസ ലഭിക്കാൻ സഹായം നൽകിയത് പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണ എന്ന വിവരമടക്കം പുറത്തുവന്നു. കാനഡയിലേക്ക് കുടിയേറും മുമ്പ് റാണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മെഡിക്കൽ വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയ ഇയാൾ പിന്നീട് US താമസമാക്കി. ഷിക്കാഗോയിൽ ഓഫീസും തുറന്നു. 2008 നവംബറിലെ മുംബൈ ആക്രമണത്തിന് മുൻപ് രഹസ്യ ദൗത്യവുമായി ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സൗകര്യമൊരുക്കിയതും റാണയുടെ സ്ഥാപനം വഴിയാണ്. 10 വർഷത്തെ വിസ കാലാവധി നീട്ടാനും സഹായം നൽകി. ഇന്ത്യയിലെ താമസത്തിനിടെ ഹെഡ്ലി ഇമിഗ്രേഷൻ ബിസിനസിന്റെ മറവിൽ റാണയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇക്കാലത്ത് 230ഓളം ഫോൺ കോളുകളാണ് ഇരുവരും നടത്തിയത്. ആക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള മേജർ ഇക്ബാൽ എന്നയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും എൻഐഎ കുറ്റപത്രത്തിലുണ്ട്. ഭീകരാക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പവായിലെ ഹോട്ടലിലായിരുന്നു താമസം. ദക്ഷിണ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ച് റാണ അന്വേഷിച്ചിരുന്നതായും സാക്ഷിമൊഴിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പാകിസ്ഥാൻ ഭീകരർ ഈ സ്ഥലങ്ങളാണ് ആക്രമണത്തിന് തെരഞ്ഞെടുത്തത്. താജ്മഹൽ, ഒബ്രോയ് ഹോട്ടലുകൾ, ലിയോപോൾഡ് കഫേ, ചമ്പാദ് ഹൗസ്, ഛത്രപതി ശിവാജി ടെർമിനസ്, ട്രെയിൻ സ്റ്റേഷൻ എന്നിവയുൾപ്പെടെ മുംബൈയിലെ സ്ഥലങ്ങൾ ഭീകരർ ലക്ഷ്യമിട്ടു. ഇവ ഓരോന്നും ഹെഡ്ലി മുൻകൂട്ടി പരിശോധിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. ഒരു ചെറിയ റോൾ മാത്രമായിരുന്നു റാണയ്ക്ക് നിർവഹിക്കാൻ ഉണ്ടായിരുന്നതെന്നും ഇന്ത്യയിലേക്കുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വരവിന് നിയമ പരിരക്ഷ നൽകുകയായിരുന്നു അതെന്നുമാണ് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി GK പിള്ള പറഞ്ഞത്. അമേരിക്കയ്ക്കും പാക് ചാരസംഘടനയായ ISIക്കും ലഷ്കർ-ഇ-ത്വയ്ബയ്ക്കും ഒപ്പം പ്രവർത്തിച്ച ഇരട്ട ഏജന്റായിരുന്നു ഹെഡ്ലിയെ സംരക്ഷിക്കുന്നതിന് അമേരിക്കയെ പിള്ള വിമർശിച്ചിരുന്നത്. ഹെഡ്ലിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ അനുവദിച്ചതിൽ ദുരുദ്ദേശമുണ്ടെന്നും GK പിള്ള കുറ്റപ്പെടുത്തി. അമേരിക്ക പുറത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഹെഡ്ലിയെക്കുറിച്ച് അവർക്ക് അറിയാമെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായ സമയത്ത് GK പിള്ള പറഞ്ഞിരുന്നു. US ഭരണ സംവിധാനത്തിന്റെയും ഏജൻസികളുടെയും പിന്തുണയുള്ള ഡേവിഡ് ഹെഡ്ലി കുറഞ്ഞ സുരക്ഷയുള്ള തടവറയിൽ ആശ്വാസ ജീവിതം നയിക്കുകയാണെന്നാണ് മുൻ IPS ഓഫീസർ യശോവർദ്ധൻ ആസാദ് പറഞ്ഞത്. ഇന്ത്യയിലെ ഭീകരാക്രമണവുമായി ഡെൻമാർക്കിലെ ഭീകരാക്രമണ ശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ഡെൻമാർക്കിലേക്കും കൈമാറുന്നത് തടയുന്നതാണ് US അധികൃതരുമായി ഹെഡ്ലി ഉണ്ടാക്കിയ കരാർ. USന്റെ കൂടി രഹസ്യാന്വേഷണ ഏജന്റായി പ്രവർത്തിച്ച വ്യക്തിയെ കൈവിടുന്നത് പല രഹസ്യ വിവരങ്ങളും പുറത്താകുന്നതിന് വഴിയൊരുക്കും. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് സംശയിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. ഗൂഢാലോചനയുടെ മുഴുവൻ വ്യാപ്തിയും പുറത്തുകൊണ്ടുവരാൻ റാണയെ കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടു. 17 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റേതെങ്കിലും നഗരം ലക്ഷ്യമിട്ട് സമാനമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും NIA അറിയിച്ചു. തുടർന്ന് റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു.
ഓരോ 24 മണിക്കൂറിലും റാണയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഒന്നിടവിട്ട ദിവസങ്ങളിൽ അഭിഭാഷകനെ കാണാൻ അനുവദിക്കുമെന്നും കോടതി നിർദ്ദേശം നൽകി. NIA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കേൾക്കാവുന്ന ദൂരത്തിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനാണ് അനുമതി. പേന ഉപയോഗിക്കാനും റാണയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പ്രതിയെ ഹാജരാക്കവേ NIA DIGമാർ, IG, ഡൽഹി പോലീസ് 5 DCPമാർ എന്നിവർ കോടതി പരിസരത്ത് ഉണ്ടായിരുന്നു. ലഷ്കർ-ഇ-ത്വയ്ബ സ്ഥാപകൻ കൂടിയായ ഹാഫിസിന്റെ തലയ്ക്ക് US $1 കോടി വിലയിട്ടിരിക്കുന്നത്. UN രക്ഷാസമിതി 2008 ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി ഇദ്ദേഹം ഇടക്കാലത്ത് പാകിസ്ഥാൻ ജയിലിലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചടിക്കുകയാണ്. ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നൊന്നായി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കാനഡയിലും ഒക്കെ അജ്ഞാതരാൽ കൊല്ലപ്പെടുകയാണ്. ഇതിന് പിന്നിൽ ഇന്ത്യൻ ചാരസംഘടനയായ റോ ആണെന്നാണ് പറയുന്നത്. ഇതോടെ അപ്പോൾ പേടിച്ചു വിറച്ചാണ് ഈ കൊടും ഭീകരന്റെ ജീവിതം. ഹാഫിസ് സയ്യിദിന്റെ അനുയായിയായി അബു ഖത്തൽ 1 മാസം മുമ്പാണ് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നത്. അന്ന് ഹാഫിസ് സയ്യിദും കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വന്നിരുന്നു. പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നതോടെ ഭീകര പ്രവർത്തനത്തിന് പഴയതുപോലെ ഫണ്ട് കിട്ടുന്നുമില്ല. അതിന് പിന്നാലെ രോഗങ്ങളും. ഇതോടെ ഹാഫിസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്നാണ് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ എഴുതുന്നത്. പക്ഷേ ഹാഫിസിനെ കൊല്ലുകയല്ല, ജീവനോടെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ കൂടുതൽ ഗൂഢാലോചന വെളിപ്പെടുകയുള്ളൂ. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 166 പേരാണ് കൊല്ലപ്പെട്ടത്. മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരരെ ധീരമായി നേരിട്ട മുംബൈയുടെ ഹീറോ NIA തലപ്പത്തിരിക്കുമ്പോഴാണ് പ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. NIAയുടെ ഡയറക്ടറായ സദാനന്ദ് വസന്ത് ദത്തയ്ക്ക് അന്ന് ഭീകരരുമായുള്ള പോരാട്ടത്തിലാണ് പരിക്കേറ്റത്. ആക്രമണം നടന്ന 2008 നവംബറിൽ മുംബൈയിൽ അഡീഷണൽ കമ്മീഷണറായിരുന്നു അദ്ദേഹം. പരിക്കേറ്റിട്ടും ഭീകരരായ അജ്മൽ കസബിനോടും അബു ഇസ്മായിലിനോടും ധീരമായ പോരാട്ടമാണ് ദത്തെ നടത്തിയത്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് NIAയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത്. 1990 ബാച്ച് മഹാരാഷ്ട്ര കേഡർ IPS ഉദ്യോഗസ്ഥരാണ്. 2007 ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഭീകരാക്രമണത്തിന്റെ പ്രധാന പ്രതി ഇവർ ആരുമല്ല എന്ന് പറയേണ്ടി വരും. അത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെയാണ്. എക്കാലവും ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തി വന്നത്. അതിൽ പാക് പ്രധാനമന്ത്രിമാരും പട്ടാള മേധാവിമാരും ഒക്കെയുണ്ട്. ഈ കേസ് നേരെ ചൊവ്വെ അന്വേഷിച്ചാൽ പാക് രാഷ്ട്രീയ നേതൃത്വത്തിലെ ഉന്നതർക്ക് പിടിവീഴും.